നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ പകുതിയിലേറെ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. പോളിംഗ് ശതമാനം കുറയുന്നത് മത്സരമുണ്ടെന്ന തോന്നൽ ഇല്ലാത്തതിനാലാണോ? 400 എന്ന ലക്ഷ്യമിട്ട് പോൾ പൊസിഷനിൽ നിന്ന് ഓടിത്തുടങ്ങിയ NDA റാലിക്ക് വേഗം കുറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ സഖ്യത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഐക്യമുണ്ടായത് ഇനിയുള്ള ഘട്ടങ്ങളിൽ മത്സരം കൊഴുപ്പിക്കുമോ? മോദിയുടെ ഗ്യാരണ്ടിയിൽ തുടങ്ങിയ പ്രചാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ പതിവ് പ്രചാരണങ്ങളിലേക്ക് വഴിമാറുമ്പോൾ പ്രൈം ഡിബേറ്റ് ചെയ്യുന്നു. 400ന്റെ തിളക്കം കുറഞ്ഞു. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ശ്രീ അനിൽ ബോസ്, BJP വക്താവ് ശ്രീ S ജയസൂര്യൻ, CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ VPP മുസ്തഫ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ 284 സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. അതായത് ഏകദേശം 51-52% മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഈ പോളിംഗ് ശതമാനം ഓരോ തവണയും കുറയുകയാണ്. വളരെയധികം ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു, പോളിംഗ് കൂട്ടണം, എല്ലാവരും വോട്ട് ചെയ്യണമെന്ന്. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒരു മത്സരമില്ല എന്നുള്ള തോന്നലാണോ ഇതിന് കാരണമായിരിക്കുന്നത്? അങ്ങനെയും വിലയിരുത്തലുകൾ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? 284 സീറ്റിലെ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 63% മണ്ഡലങ്ങളിലെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി പകുതിയിൽ താഴെ 47% മണ്ഡലങ്ങളിൽ മാത്രമേ വോട്ടിംഗ് നടക്കാനുള്ളൂ. ഏറെക്കുറെ ഇന്ത്യയുടെ ഒരു പൾസ് അറിയാൻ വേണ്ടി കഴിയുന്ന വിധത്തിലാണ് ഇപ്പൊ പോളിംഗ് കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞതിന്റെ വികാരം എന്താണ്? 2014-ലും 2019-ലും നമ്മുടെ രാജ്യം കണ്ട ഒരു മോഡി വേവ്, അതിന് വിരുദ്ധമായിട്ട് മോഡിക്കെതിരെ, BJP-ക്കെതിരെ അതിശക്തമായ വികാരം രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് BJP-ക്കും മോഡിക്കും വലിയ പിന്തുണ കൊടുത്തിരുന്ന ഹിന്ദി സംസ്ഥാനങ്ങളിലും അതുമായി ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലുമെല്ലാം അതാണ് ഒരു പ്രവണത എന്ന് ഏതാണ്ട് വ്യക്തമായി വന്നിരിക്കുകയാണ്. BJP-യുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള, മസിൽ പവറും മണി പവറും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അധികാര രാഷ്ട്രീയത്തിലെയും ഇടപെടലുകൾ പൊളിയുന്നതും നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഹരിയാന, അവിടെ വ്യക്തമായിട്ട് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്വതന്ത്രരെയും മറ്റും കൂട്ടുപിടിച്ചിട്ടാണ് അവർ പോയത്. അതിലുണ്ടായിരുന്ന JJP എന്ന് പറയുന്ന പാർട്ടി നേരത്തെ തന്നെ പിന്തുണ പിൻവലിച്ചു. 10 MLA-മാർ അവർക്കുണ്ട്. സ്വതന്ത്രന്മാരിൽ 3 പേർ പിന്തുണ പിൻവലിച്ചു. ഇപ്പൊ അവർ ന്യൂനപക്ഷമായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 85-അംഗ ഹരിയാന നിയമസഭയിൽ ഇപ്പോ അവിടുത്തെ സൈനിക ഗവൺമെന്റിന് ഭൂരിപക്ഷമില്ല. BJP-ക്ക് വലിയ തിരിച്ചടിയാണ്. നിങ്ങൾ നോക്കൂ, നമ്മള് സമീപകാലത്തൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. BJP മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ നമുക്ക് പറ്റുമോ ശ്രീ VPP മുസ്തഫ? 3 MLA-മാർ അവരുടെ അധികാരമോഹം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പിന്തുണ പിൻവലിക്കുന്നു എന്ന ഒരു കാരണമാണ് ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് 2019 ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം പരുവപ്പെട്ടു വന്നതല്ലേ? അതിന് സമാനമായ രീതിയിൽ BJP-ക്കും NDA മുന്നണിക്കും എതിരായി ഒരു വേവ് അല്ലെങ്കിൽ ഒരു തരംഗം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഓരോരുത്തരുടെ വിലയിരുത്തലിൽ അവരവരുടെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഒരു തരംഗം ഉണ്ടായി വരുന്നു എന്നൊക്കെ പറയാം. എങ്കിൽ പോലും ഇതില് കാര്യം ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയോ? അവിടെ ഈ 3 പേർ അധികാരത്തിന്റെ പിന്നാലെയാണ് പോയത് എന്ന കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല മഞ്ജുഷേ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താ, നേരത്തെ BJP-യുടെ പക്ഷത്തേക്ക് ഒരാൾ പോയാൽ കോൺഗ്രസിൽ നിന്നോ മറ്റു പാർട്ടികളിൽ നിന്നോ അവർ പണം കൊടുത്തോ പ്രകോപിപ്പിച്ചോ അവരുടെ പക്ഷത്തേക്ക് എത്തിച്ചാൽ അവര് പെട്ടെന്നൊന്നും അങ്ങനെ മാറിപ്പോകാറില്ല. ഇപ്പോ BJP-ക്ക് അവിടെ സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരത്തിൽ നിൽക്കുമ്പോഴാണ് JJP എന്ന് പറയുന്ന പാർട്ടിയെ അവരുടെ മുന്നണിയിൽ നിന്ന് പോയി പിന്നെ ഇതാ ഈ സ്വതന്ത്രരും പോകുന്നു. ഇന്നിപ്പോ സന്ദേശ് ഖാലിയിൽ സംഭവിച്ചത് എന്താ? പശ്ചിമ ബംഗാളിൽ അവിടെ ഈ സന്ദേശ് ഖാലിയിലെ കൂട്ടബലാത്സംഗ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി തന്നെ അവിടെ എല്ലാ യോഗങ്ങളിലും സന്ദേശ് ഖാലിയാണ് പ്രസംഗിക്കുന്നത്. അവിടെ പരാതി കൊടുത്ത 3 സ്ത്രീകളിൽ 2 പേർ ആ പരാതി പിൻവലിച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം ഉണ്ടാക്കാം. എങ്ങനെയാണോ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് മഹിളാ മോർച്ചക്കാരായിട്ടുള്ള സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിയത്, അതിന്റെ നേർവിപരീതമായിരിക്കാം. കാരണം BJP-യുടെ മറ്റൊരു രൂപമായിട്ടാണല്ലോ അധികാരത്തെ തൃണമൂലം അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ BJP-യുടെ ഒരു പ്രഭാവം അങ്ങോട്ട് കുറഞ്ഞു വരികയല്ലേ. നേരത്തെ അവർ തീരുമാനിച്ചാൽ ഒന്ന് നടക്കുമായിരുന്നു.
ഇപ്പൊ അതങ്ങോട്ട് കുറവാണ്. ഇപ്പൊ അതായത് ഈ വിലയിരുത്തൽ വരുന്നതിന് കാരണം ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ അധികാരത്തിനൊപ്പം നിൽക്കുന്നവർ പതിയെ അതിൽ നിന്ന് വേർപെട്ട് വരുന്നു. അതുകൊണ്ട് രാജ്യത്തൊരു അധികാര കൈമാറ്റം നടക്കാൻ പോകുന്നു എന്ന ഫീലിംഗ് ഉണ്ടാകുന്നു. ഇതല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ 284 സീറ്റിൽ പോളിംഗ് നടന്നപ്പോ അതിൽ 166 എണ്ണം സിറ്റിംഗ് BJP-യുടേതാണ്, NDA മുന്നണിയുടേതാണ്. യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ, നിരീക്ഷകർ പറയുന്നത് ഇതിലൊരു 45 സീറ്റെങ്കിലും ഇപ്പൊ പോളിംഗ് കഴിഞ്ഞു. അതിൽ നിലവിലുള്ള BJP-യുടെ സിറ്റിംഗ് 166 സീറ്റിൽ ഒരു 45 എണ്ണമെങ്കിലും അവർക്ക് നഷ്ടപ്പെടും. അതിനുള്ള പ്രവണതയാണ് ഇപ്പൊ പോളിംഗ് നടന്ന BJP-യുടെ ഈ സിറ്റിംഗ് മണ്ഡലങ്ങളിലെ പ്രവണത വെച്ചിട്ട് പറയാൻ കഴിയുന്നത് എന്നുള്ളത് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ പറയുകയാണ്. അതുപോലെ ഈ ഗുജറാത്ത് 2014-ലും 19-ലും 26 സീറ്റും ക്ലീപ് സീലായിരുന്നു. പക്ഷെ അവിടെ നിന്നുള്ള മാധ്യമ നിരീക്ഷകരെല്ലാം പറയുന്നത് ഗുജറാത്തിൽ ഇത്തവണ അങ്ങനെ പൂർണ്ണമായിട്ടും BJP-യുടെ കൂട്ടം പോകില്ല, ഒരു 8 സീറ്റെങ്കിലും മാറും. അതിനുള്ള പ്രവണതകൾ അവിടെ കണ്ടു. BJP-ക്ക് അവിടെ വഡോദരയിലും മറ്റും അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഗുജറാത്ത് പോലൊരു സ്റ്റേറ്റിൽ കൂടിയാണ് നോക്കണം. വഡോദരയിലും അതിന്റെ തൊട്ടടുത്ത മണ്ഡലത്തിലും 2 പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ 1.5 ആഴ്ച കഴിഞ്ഞപ്പോ അവർക്ക് മാറ്റേണ്ടി വന്നു. ഇതൊന്നും സമീപകാലത്തെ BJP-യിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന പ്രവണത എന്താ എന്ന് മാത്രമല്ല, ഇനി നേരെ പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജിയിലേക്ക് പോയാലോ. നേരത്തെ 2014-ൽ വികാസ് പുരുഷ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അന്ന് ഓർമ്മയുണ്ടാവുമല്ലോ, നമോ ഫാൻ, അങ്ങനെ ഒരു പ്രത്യേകം സംഗതി തന്നെ രൂപപ്പെട്ടു വന്നു. നമോ ഫാൻ എന്ന് പറഞ്ഞിട്ട്, നരേന്ദ്രമോദി ഫാൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വലിയ വൈബ് ഉണ്ടായി. 2019-ൽ ബൽക്കോട്ടും പുൽവാമയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള തീവ്ര ദേശീയത ഉപയോഗപ്പെടുത്തി. ഇത്തവണയും തുടങ്ങിയത് എങ്ങനെയാ? സബ്കെ സാത്ത് സബ്കെ വികാസ്, വികസിത് ഭാരത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ തുടങ്ങിയത്, നിങ്ങൾ ഓർക്കുമല്ലോ. പക്ഷേ 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ എന്തായി? നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന്റെ രീതിശാസ്ത്രം കടുത്ത വർഗീയതയിലേക്ക്. ഇന്നേ വരെ രാജ്യത്ത് ഒരു RSS നേതാക്കൾ വർഗീയത പ്രസംഗിച്ചിട്ടുണ്ട്. നേരത്തെ RSS-കാരനായ മോഡിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രധാനമന്ത്രി പദത്തിലിരുന്ന്, അതും 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരാൾ സബ്കെ സാത്തും സബ്കെ വികാസും വികസിത ഭാരതും എല്ലാം പറഞ്ഞ് മോഡി ഗ്യാരണ്ടിയുടെ ഈ വികസനത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഇന്നിപ്പോ ഏറ്റവും തരം താഴ്ന്ന വർഗീയ വിഷയങ്ങളിലേക്ക് വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ മോഡിയെയും BJP-യെയും പിടികൂടിയ വേവലാതിയെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. വലിയ നിലയിലാണ് അവർ ഈ പരാജയത്തിന്റെ മുനമ്പിലുള്ളത്, അവർ തോൽവിയുടെ മുനമ്പിലുള്ളത്. ഈ 284 സീറ്റിൽ പോളിംഗ് കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രവണത വളരെ കൃത്യം. തീർച്ചയായിട്ടും ശരി ശ്രീ VP മുസ്തഫ, എന്തായാലും താങ്കളുടെ നിരീക്ഷണം അങ്ങനെയാണ്. ഒരു തോൽവി ബണക്കുന്നു, അതിന്മേലുള്ള പരിഭ്രാന്തി കൊണ്ടുള്ള പ്രചാരണങ്ങളിലെ ഒരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ശ്രീ S ജയസൂര്യൻ, ഇതിപ്പോൾ ഒരു പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം വരുന്നുണ്ട്. 284 സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ BJP-ക്ക് സീറ്റുകൾ കുറയാം. അത് പലതരത്തിൽ പറയുന്നുണ്ട്. 20 സീറ്റുകളെങ്കിലും കുറയാം ഈ 284-ത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇവിടെ VP മുസ്തഫ കോട്ട് ചെയ്തതുപോലെ 45ഓളം സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടായേക്കാം എന്നൊക്കെ വ്യത്യസ്തമായ കണക്കുകളുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇങ്ങനെയൊരു പ്രചാരണം മാത്രമാണോ? പക്ഷേ ഇത് സമീപകാലത്തെ സംഭവങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അധികാരം എവിടെയാണോ അങ്ങോട്ട് ചായുന്ന ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് മാറുന്ന കാഴ്ച കാണുന്നു എന്നുള്ളതും ഇത്തരമൊരു ഈ 400-ന്റെ കണക്കിൽ നിന്നൊക്കെ ഒരുപാട് താഴേക്ക് പോയി എന്നുള്ള സൂചന നൽകുന്നു എന്നാണ്. പ്രതിപക്ഷത്തിന്റെ ഇത്തരം ആഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ മനോരാജ്യത്തിൽ എന്തിന് അർദ്ധരാജ്യം? സീറ്റുകൾ കുറയും എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ഇത്തവണ BJP അധികാരത്തിൽ വരാനേ പോകുന്നില്ല, BJP-ക്ക് 150 സീറ്റോ 100 സീറ്റോ കിട്ടില്ല എന്നൊക്കെ അങ്ങ് പറയാമല്ലോ. 4-ാം തീയതി വരെ എന്ത് പറയാം. പക്ഷേ ഇതുപോലുള്ള ആക്ഷേപങ്ങൾ മാത്രമല്ല, ഇതിനേക്കാൾ കനത്ത ആക്ഷേപങ്ങളായിരുന്നു കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. അന്ന് പ്രതിപക്ഷം മാത്രമല്ല, മാധ്യമങ്ങളടക്കം ധാരാളം പേര്, പണ്ഡിതന്മാര്, ഇലക്ഷൻ പണ്ഡിതന്മാര് എല്ലാവരും തന്നെ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അവിടെയാണ് BJP ഇത്ര ഉജ്ജ്വലമായ വിജയം കഴിഞ്ഞ തവണ നേടിയത്. എന്നാൽ ഇത്തവണ നോക്കുമ്പോൾ അതിനുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പ്രതിപക്ഷത്തിനാണ് ഇപ്പോൾ നിർബന്ധം BJP-ക്ക് 400-ന് മുകളിൽ എത്തിക്കണം എന്നുള്ളത്. അതായത് BJP മുന്നണിയുടെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള ലക്ഷ്യം
ഇന്ന് ഇന്ത്യ മുന്നണിയുടെ, അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യ ബാക്കി ഉണ്ടെങ്കിൽ അവരുടെ അജണ്ടയായി ഇന്ന് മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എത്രയോ വലിയ നേതാക്കന്മാർ കൈയുയർത്തിയതാണ്. എത്രയോ പാർട്ടികൾ, എത്രയോ ദേശീയ നേതാക്കന്മാർ അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ ഘട്ടം ഇലക്ഷൻ കഴിയുമ്പോഴും പ്രതിപക്ഷ മുന്നണി, അതായത് ഇന്ത്യ മുന്നണി ദുർബലവും ശിഥിലവുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എല്ലാവരും കാണുന്ന കാര്യമല്ലേ? പക്ഷേ ശ്രീ എസ് ജയസൂര്യൻ അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ നിതീഷ് കുമാർ വിട്ടുപോയി, അത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംഭവിച്ച കാര്യമാണല്ലോ. അതല്ലാതെ വേറെ എവിടെയാണ് ഭിന്നതയുള്ളത്? ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഒരേ മനസ്സിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉത്തർപ്രദേശിൽ എന്താണ് കുഴപ്പം? എസ് പിയും കോൺഗ്രസും തമ്മിൽ ഒരു വിഷയവും വന്നിട്ടില്ല. മഹാരാഷ്ട്രയിൽ അവിടെ ഇന്ത്യ സഖ്യത്തിൽ ഏതെങ്കിലും വിള്ളൽ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? അങ്ങനെ അത് നമ്മൾ പൊതുവേ അങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ അമർഷം അല്ലെങ്കിൽ യോജിപ്പില്ല എന്നൊക്കെ പറയാമെങ്കിലും സമീപകാലത്ത് അങ്ങനെ കാണുന്നില്ലല്ലോ. അല്ല, ഇന്ത്യ മുന്നണി നിലവിലുള്ള ഒരു സംസ്ഥാനമേ പറയാൻ പറ്റുള്ളൂ, അത് തമിഴ്നാടാണ്. തമിഴ്നാട്ടില് കോൺഗ്രസ്, CPM, DMK എന്ന് തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ബാക്കി ഏത് സംസ്ഥാനത്തുണ്ട് ഇന്ത്യ മുന്നണി? തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ഈ ഏർപ്പാടിനില്ല. CPIM പറയുന്നു ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലില്ല, പക്ഷെ ചില നീക്കുപോക്കുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിച്ചു നിന്ന് കൈ ഉയർത്താൻ വേണ്ടി സ്റ്റേജിൽ കയറുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ട് പത്രക്കാരുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രചരണത്തിൽ ഏർപ്പെടുമ്പോൾ പരസ്പരം മത്സരിക്കുകയാണ്. വയനാട്ടിൽ നമ്മൾ കണ്ടല്ലോ, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പാടുപെടുന്ന ആനി രാജ അതേ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിക്കുന്നത്. പക്ഷെ അങ്ങനെ പരസ്പരം മത്സരിച്ചാൽ പോലും ഒരേ അക്കൗണ്ടിലേക്കാണ് ആ സീറ്റുകൾ ചേർക്കപ്പെടുക. അത് BJP നേരിടുന്ന ഒരു വെല്ലുവിളിയാണല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ആനി രാജ CPIക്ക് കിട്ടിയ മറ്റേതെങ്കിലും ഒരു സീറ്റിൽ പോയി നിന്ന് ജയിച്ചാൽ ഒരു സീറ്റും കൂടി ഇടതുപക്ഷത്തിന് കൂടുതൽ കിട്ടില്ലേ? ഒരു സീറ്റും കൂടി രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കിട്ടില്ലേ? എന്തിനാണ് ആ സാധ്യത നശിപ്പിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിക്കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് സാധിച്ചു കൊടുക്കാത്ത ഒരു മുന്നണി സംവിധാനമാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് ഇന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയസൂര്യ, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒഴിച്ചു നിർത്തിയാൽ കൂടുതലും ഹിന്ദി ഹൃദയ ഭൂമിയിലാണ്, അതുപോലെ തന്നെ പശ്ചിമേന്ത്യയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളുമുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നവയിൽ. ചിലയിടങ്ങളിൽ കുറച്ച് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഭൂരിഭാഗവും ബാക്കി നിൽക്കുകയാണ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ ഇന്ത്യ മുന്നണി എന്ന കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. കാരണം മറ്റു പാർട്ടികളൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പാർട്ടികളായിട്ട് അവിടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും അവർ സഖ്യത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം രാജസ്ഥാൻ എടുക്കാം. അവിടെ CPMന് ഒരു സീറ്റ് പോലും കോൺഗ്രസ് നൽകിയിരിക്കുകയാണ്. അത് മഞ്ജുഷ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് BJP ക്ലീൻ സ്വീപ്പ് നടത്തിയ സംസ്ഥാനങ്ങളിലാണ് ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ അവിടെ ഒരു സംശയവുമില്ല, CPMന് 4, 5, 10 സീറ്റ് വേണമെങ്കിലും കോൺഗ്രസിന് കൊടുക്കാം. കാരണം കോൺഗ്രസ് ഏതായാലും ജയിക്കുകയില്ല. ആരും ജയിക്കുകയില്ലാത്ത സീറ്റ് എത്ര വേണമെങ്കിലും ദാനം ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ മേടിച്ചാൽ അവിടെയൊക്കെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയെ നിർത്താനില്ലാത്തത് കൊണ്ടായിരിക്കും CPM ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് ഒരു സീറ്റിൽ മാത്രം മത്സരിക്കുന്നത്. അത് ഒരു വീരചരമത്തിന് വേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പാടാണെന്ന് കോൺഗ്രസിനും അറിയാം, CPMനും അറിയാം. അപ്പോൾ രാജസ്ഥാൻ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും UP ആണെങ്കിലും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷത്ത് എന്ന് പറയാൻ ഒരു പാർട്ടി പോലുമില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ അവിടെ മുന്നണി ഉണ്ട് എന്ന് വെറുതെ സമാധാനിക്കാമെന്നല്ല. ഹരിയാനയിലെ അവസ്ഥ ഇവിടെ ശ്രീ VPP മുസ്തഫ ചൂണ്ടിക്കാണിച്ചു. ശ്രീ S ജയസൂര്യൻ, അവിടെ ഈ BJPക്ക് ഒപ്പമായിരുന്നു ഈ സ്വതന്ത്രർ, അവർ പിന്തുണ പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇത് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അധികാരം ഉറപ്പാക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു ട്രെൻഡിന്റെ സൂചനയായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ ഇനി ഭാവിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു നേരത്തെ കൂട്ടിയുള്ള ഒരു ദീർഘവീക്ഷണം എന്ന് പറയാം, അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ മത്സരം നടക്കാൻ പോകുന്നു അടുത്ത ഘട്ടങ്ങളിൽ എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ വരുന്നത്. അല്ല, ആ വിലയിരുത്തലുകൾ വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. BJPയിലേക്ക് ഏതെങ്കിലും MLAമാരോ MP മാരോ വന്നാൽ അത് പണം കൊടുത്തു വാങ്ങിയതാണ്, അല്ലെങ്കിൽ ED കാണിച്ച് ഭയപ്പെടുത്തിയതാണ് എന്നാണ് വ്യക്തമായിട്ട് പറയുക. എന്നാൽ ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ നിരവധി സിറ്റിംഗ് BJP MP മാര്
കോൺഗ്രസിലേക്കും സമാജ്വാദി പാർട്ടിയിലേക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലേക്കും പോവുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഉദാഹരണവും അതുപോലെ തന്നെയാണ്. അവിടെ ഒരു പാർട്ടി തന്നെ പോയി. അങ്ങനെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പറയാത്തത് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, ഞങ്ങളുടെ പോലീസിനെ കാണിച്ച് പേടിപ്പിച്ചതാണ് എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. അത് ജനാധിപത്യത്തിന്റെ മഹാവിജയമായിട്ട് ആഘോഷിക്കുകയും BJP-യിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അതൊക്കെ ജനാധിപത്യ വിജയവും, BJP-യിലേക്ക് ആരെങ്കിലും വന്നാൽ അത് പണം കൊടുത്തു വാങ്ങിയതും ED-യെ കാണിച്ച് ഭയപ്പെടുത്തിയതും എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വിശദീകരിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന നല്ല അവസരമാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങൾ അതിന് വിധി എഴുതും, ഒരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല. അതായത് ഇരട്ടത്താപ്പ് എന്നുള്ളത് മാത്രം മുഖമുദ്രയാക്കിയിരിക്കുന്ന പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ആശ്വാസം കൊള്ളുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ സന്തോഷിച്ചുകൊള്ളട്ടെ. അങ്ങനെ സന്തോഷിച്ചിരുന്ന ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP-യും BJP-യുടെ മുന്നണിയും ശക്തമായിട്ട് മുന്നോട്ട് വന്നു, അധികാരത്തിലെത്തുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി മഞ്ജുഷ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇവർ പറയാത്തൊരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് 100-ലധികം സിറ്റിംഗ് MP-മാരെ മാറ്റി ചെറുപ്പക്കാരായിട്ടുള്ള 100-ലധികം പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് തന്നെ 71 BJP സിറ്റിംഗ് സീറ്റിൽ 32 പുതുമുഖങ്ങളെയാണ് നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ കോൺഗ്രസിനോ മറ്റേതെങ്കിലും പാർട്ടിക്ക് ചിന്തിക്കാൻ പറ്റുമോ? അവരങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ അവരുടെ പാർട്ടി ഉണ്ടാകുമോ? പക്ഷെ BJP-ക്ക് അത് സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാരണം എന്തെന്നാൽ ശക്തമായ ഒരു പാർട്ടിയെ പുലർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന യുവതലമുറയെയും യുവനിരയെയും ഇന്ന് MP-മാരാക്കി പാർലമെന്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് 100-ലധികം ആൾക്കാരെ സിറ്റിംഗ് MP-മാരെ മാറ്റിയിട്ട് പോലും എന്ത് പൊട്ടിത്തെറിയെങ്കിലും ഉണ്ടായോ? യാതൊരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. അല്ല, ഗുജറാത്തിലെ പോലും ചില പ്രശ്നങ്ങൾ ഇവിടെ VPP മുസ്തഫ ചൂണ്ടിക്കാണിച്ചിരുന്നു, സ്ഥാനാർത്ഥികളെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായതൊക്കെ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്, ഇതിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഈ മത്സര പ്രതീതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനമുണ്ടാകുന്നില്ല. മൂന്നാം ഘട്ടമാകുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാകുമെന്ന് നിങ്ങളും പ്രതീക്ഷിച്ചതാണല്ലോ. ഈ വർധനവ് ഉണ്ടാകാത്തതിനൊരു പ്രധാന കാരണം ഒരു നിസ്സംഗത, അല്ലെങ്കിൽ ഇവിടെ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു മത്സരമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു വോട്ടർമാർക്കിടയിൽ, അതുകൊണ്ടാണ് എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാം ഘട്ടത്തിലും ആ മാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഈ കഴിഞ്ഞ തവണത്തെ 303 എന്ന BJP-യുടെ മാത്രമുള്ള സംഖ്യയിൽ നിന്ന് 20 എണ്ണം ഇപ്പോൾ തന്നെ പോയി എന്നാണല്ലോ പറയുന്നത്. അതൊക്കെ സംഭവിച്ചു എന്ന് എങ്ങനെ വിലയിരുത്താൻ പറ്റും? നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം, പല ചോദ്യങ്ങൾ ചോദിക്കാം, പല വാദഗതികളും ഉന്നയിക്കാം. ഇപ്പോൾ ഞാൻ കേട്ടത് BJP-യുടെ പ്രതിനിധി പറയുകയാണ്, ഞങ്ങൾ പുതിയ 100ഓളം ആളുകൾക്ക് അവസരം കൊടുത്തു. എന്തുകൊണ്ടാണ് കൊടുത്തത്? അദ്ദേഹം അതിന് കൊടുത്ത എന്താ പറയുക വിശദീകരണം എന്താ? ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ വേണ്ടി, പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വളരെ പ്രായോഗികമായ നടപടികളുടെ ഭാഗമായി ഒരു ഉദാഹരണം ഞാൻ എടുക്കാം. ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന സാക്ഷി മാലിക് അടക്കമുള്ള ഇന്ത്യയുടെ അഭിമാന താരങ്ങളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിന്നയാളെ അദ്ദേഹത്തെ ഇറക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ഇറക്കുന്നു. അതാണോ പുതുമുഖങ്ങൾക്ക് കൊടുക്കുന്ന അവസരം? അതിനെയാണോ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്? അതല്ല കാര്യം. നിലവിൽ ഇവരുടെ MP-മാരായ പലരെയും പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഭാഗമാണ് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നത്. അല്ലാതെ അതൊരു ആദർശത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയത്തിൽ പുതിയ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഞാൻ വേണേൽ അംഗീകരിക്കാം. അതല്ലാതെ പുതിയ ആളുകളെ കൊണ്ടുവരാനുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാമെന്നേ ഉള്ളൂ, അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചതാണ്. ഞങ്ങൾ നിശ്ചയിച്ച അജണ്ട എന്താ? ഞങ്ങൾ നിശ്ചയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ബഹുമുഖമായ വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് തൊഴിലില്ലായ്മയാണ്. 2, പ്രതിവർഷം 2 കോടി തൊഴിലുകൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 20 കോടി തൊഴിൽ കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ 30 ലക്ഷം ഒഴിവുകൾ പോലും നികത്താൻ കഴിയാത്ത, റിട്ടയർമെന്റ് വേക്കൻസികൾ നികത്താൻ കഴിയാത്ത ഒരു സർക്കാരിന്റെ ഭരണപരാജയത്തെ ജനസമക്ഷം ചർച്ചയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ ഈ നാട് നേരിടുന്ന ഏറ്റവും അതിരൂക്ഷമായ വിലക്കയറ്റം, അത് ചർച്ച ചെയ്തുകൊണ്ടാണെന്നേ ഞങ്ങൾ വന്നത്.
ഞങ്ങൾ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ മഹിമ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ കർണാടകയിലും തെലങ്കാനയിലും രാജസ്ഥാനിലും അടക്കം കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവുകളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിലും 500 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കാൻ കഴിയുന്ന മാതൃകാപരമായ പാചകവാതകത്തിന്റെ വില സാധാരണക്കാരെ സഹായിക്കാൻ നടത്തുന്ന നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ്. കർഷക സമരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. വംശീയ വെറി പൂണ്ട് മണിപ്പൂരിൽ നടക്കുന്ന കലാപങ്ങൾ അവിടെ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാവുന്നത്. ഞങ്ങൾ ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന അരച്ചാൻ വയറിൻ്റെത് തൊട്ട് ഒരു വീട്ടിൽ സമാധാനത്തോടുകൂടി കഴിയേണ്ട കാര്യങ്ങൾ വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചർച്ചയായപ്പോൾ ഇവർക്കെന്താ ഇതിനെക്കുറിച്ച് പറയാനില്ല? 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റ് പ്രധാനമന്ത്രി കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രസംഗിക്കുമ്പോൾ എവിടെ പറയുന്നു ഈ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ? ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ? ഈ നാട്ടിലെ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അദ്ദേഹം ഒരേ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്, മുസ്ലിം വിരുദ്ധത എന്ന മുദ്രാവാക്യത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തില്ല, മതപരിഗണന നോക്കി തീരുമാനിക്കും. ഒരു പ്രധാനമന്ത്രി പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാകിസ്ഥാന്റെ അജണ്ടയ്ക്കനുസരിച്ചാണ് ഇവിടെ ഇന്ത്യയിൽ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുവോളം കാലം മുസ്ലിം സമുദായത്തിന് സംവരണം കൊടുക്കില്ല. എന്തൊക്കെയാണ് ഇവരുടെ പ്രഖ്യാപനങ്ങൾ? മുസ്ലിം വിരുദ്ധത ഇത്രയും നികൃഷ്ടമായ നീചമായ ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയല്ലാതെ ഒരു വാക്ക്, പൊതു നന്മയുള്ള ഒരു വാക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ടാ ഒരു പൊതുവായി ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരാത്തത്? ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ അഡാനിക്കെതിരെ അംബാനിക്കെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇത് സംസാരിച്ച രാഹുൽ ഗാന്ധിയെ ഭത്സിച്ച് സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ ശ്രമിച്ച് അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം വരെ സൃഷ്ടിച്ച് അതിക്രൂരമായി വേട്ടയാടിയില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലവും അതിനു മുമ്പും സംഘപരിവാർ ശക്തികൾ രാഹുൽ ഗാന്ധിയെ അപഹസിച്ച വാക്കുകൾ നിങ്ങൾ മറന്നോ? നമ്മൾ മറന്നോ? മറന്നിട്ടുണ്ടോ? മറക്കാൻ നമുക്ക് കഴിയുമോ? ആ വാക്കുകൾ അവർ തന്നെ സ്വയം ഉപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഒരു ഘട്ടത്തിൽ വളരെ മോശമായി ചിത്രീകരിച്ച വ്യക്തിയെ പിന്നീട് രാവണനായി ചിത്രീകരിക്കുന്നത് കണ്ടു, പിന്നെ രാജകുമാരനായി ചിത്രീകരിക്കുന്നത് കണ്ടു, ഇപ്പോൾ യുവരാജാവായി ചിത്രീകരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, 543 എംപിമാരിൽ ഒരു എംപി മാത്രമാണ് ശ്രീ രാഹുൽ ഗാന്ധി. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, 543 എംപിമാരിൽ ഒരു എംപി മാത്രമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് അല്ല അദ്ദേഹം, പാർലമെന്ററി പാർട്ടി നേതാവല്ല അദ്ദേഹം. ഇതൊന്നുമല്ലാത്ത രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളിൽ പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഉന്നതാധികാര സമിതി അംഗം പോലുമല്ല ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ എത്രത്തോളം ഭയപ്പാടോടുകൂടിയാണ് ഈ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന 15 വർഷം മുഖ്യമന്ത്രിയും 10 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി ഒരു പാർട്ടിക്ക് ഏകപക്ഷീയമായ ഭൂരിപക്ഷമുള്ളതിന്റെ പേരിൽ മുന്നണിയുടെ സഹായം വേണ്ടാത്ത ഒരു പാർട്ടിയുടെ നേതാവായിരിക്കുന്നയാൾ ഭയപ്പാടോടെ ഇത്രയും നിഷ്ഠൂരമായി ആക്രമിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്പേസ് എവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? അങ്ങനെയാണെങ്കിൽ ഈ 3 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം വിട്ടേക്കൂ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രചാരണങ്ങൾ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വന്നിട്ടുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? 1ാം ഘട്ടം വിട്ടേക്കൂ, കാരണം 1ാം ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സീറ്റുകളായിരുന്നു. 2ഉം 3ഉം വരുമ്പോഴത്തേക്കും BJP നേട്ടമുണ്ടാക്കിയ സീറ്റുകളാണല്ലോ വന്നിരുന്നത്, പ്രത്യേകിച്ച് 3ാം ഘട്ടത്തിൽ വന്നപ്പോൾ. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രിയുടെ പ്രചാരണങ്ങൾ അത് തിരിച്ചടിയായി NDAക്ക് തന്നെ എന്നുള്ള വിലയിരുത്തലാണല്ലോ താങ്കൾക്കുള്ളത്. അതെങ്ങനെ, ഏത് രീതിയിൽ? അതല്ല, നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് ഇപ്പൊ രാജസ്ഥാനിൽ 25 പാർലമെന്റ് സീറ്റുണ്ട്. ആ 25 പാർലമെന്റ് സീറ്റ്, അതുപോലെ മധ്യപ്രദേശിൽ 29ൽ 28 അവരുടെയിലാണ്. അത് വീണ്ടും നിലനിർത്താൻ ഇങ്ങനെയുള്ള ഓരോ സംസ്ഥാനവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു? മുസ്ലിം സമുദായത്തെ ഒരു ബദ്ധവൈരിയെ പോലെ അതിരൂക്ഷമായി എന്തുകൊണ്ടൊരു പ്രധാനമന്ത്രി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ തീവ്രമായ ഹിന്ദു വികാരം ആളിക്കത്തിച്ചുകൊണ്ട് തനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതോ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതോ ആയ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്ന അവസാന പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. തോൽവി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ്. കാരണം കൈവിട്ടുപോയി.
എന്ന് കൃത്യമായി ഇന്ത്യൻ ഭരണകൂടത്തിന്, പ്രധാനമന്ത്രിക്ക്, അവരുടെ പാർട്ടി മുന്നണി നേതൃത്വത്തിന് ബോധ്യമായിരിക്കുന്നു. നമ്മൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി. അതുകൊണ്ടാണ് വർഗീയ ഏകീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രം തുടരുന്നത്. ഒരു കാര്യം നിങ്ങൾ കുറിച്ചു വെച്ചോ, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന മുഴുവൻ വേദികളിലും പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു 300+ സീറ്റുമായി ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ ഗവൺമെന്റ് ഉണ്ടാക്കും. വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. ഗുജറാത്തിൽ 26, അത് വേണമെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാകണം. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ അവരുടെ സംസ്ഥാനങ്ങളിൽ സ്ട്രോങ് ആണ്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ DMK, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസ് നേരിട്ട് ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ അവിടെയാണല്ലോ കഴിഞ്ഞ തവണ BJP തൂത്തുവാരിയത്. ആ സംസ്ഥാനങ്ങളിൽ അത് ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമെന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു കാര്യം മഞ്ജുഷെ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. വളരെ കൃത്യമായിട്ട് ഞാൻ കേരളവും അല്ലെങ്കിൽ തമിഴ്നാടും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഒന്നും BJPക്ക് ഒരു പ്രസക്തിയില്ല. 0 മാർക്കാണ്. അവിടെ ഒന്നും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും അവർക്കില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നില്ല. അത് വിട്ടേര്. ഞാൻ പറയുന്നു 353 സീറ്റാണ്. 353 സീറ്റാണ്. 303ഉം 50ഉം സഖ്യകക്ഷികളുടെ അടക്കം ഇവിടെ BJP മുന്നണിക്കുള്ളത്. ആ 353 കഴിഞ്ഞാൽ വരുന്ന 190 സീറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കണ്ണുരുട്ടിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും EDയെ കൊണ്ട് ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചിട്ടും പണം കൊടുത്ത് നേടാൻ പരമാവധി പരിശ്രമിച്ചിട്ടും ഇവരോടൊപ്പം കൂടാത്ത 190 പേർ ഇന്ത്യയിൽ പ്രതിപക്ഷത്തുണ്ട് ഇന്ന്. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി 116 പേരും ഇവരോട് കൂടാത്ത, ഇവരോട് യോജിക്കേണ്ട ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാനോ അല്ലെ പാർട്ടി താല്പര്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാനോ അധികാരത്തിന്റെ സഹായം വേണ്ട സമയത്ത് കൂടുകയും കൂടാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗം പക്ഷേ മുന്നണിയുടെ ഭാഗമാകുന്നില്ല. BJPയോട് ഒരിക്കലും സന്ധി ചെയ്യാത്ത ആളുകൾ 190 പേര് ഇന്നുണ്ട് ഈ പാർലമെന്റിൽ. നിങ്ങൾ മനസ്സിലാക്കൂ. ആ 190 പേരെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം പ്ലസ് 110 സീറ്റ് കിട്ടിയാൽ ഈ പറയുന്ന 300-ലെത്തുകയാണ്. പ്ലസ് 300-ലെത്തുകയാണ്. അതിൽ കൂടുതൽ കിട്ടുന്ന സാഹചര്യമുണ്ട്. ഒരു ഉദാഹരണം, ഒരു സ്റ്റേറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. പഞ്ചാബിൽ 13 പാർലമെന്റ് സീറ്റാണുള്ളത്. ആ 13 പാർലമെന്റ് സീറ്റിൽ ഞങ്ങളും ആം ആദ്മിയുമാണ്. ഇവിടെ BJP പ്രതിനിധി അപഹസിച്ചല്ലോ. ഞങ്ങളും ആം ആദ്മിയും തമ്മിലാണ് മത്സരം. ഇവർ എന്ത് സഖ്യമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ കൃത്യമായ കൂടിയാലോചനയിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെ വേറൊരു പാർട്ടി ഇല്ലാത്ത പാർട്ടിക്ക് സ്പേസ് ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ കോൺഗ്രസ് ജയിച്ചാലും ആം ആദ്മി ജയിച്ചാലും ഇന്ത്യ സഖ്യമാണ്. ആ 13 സീറ്റ് എന്ന് പറയുന്ന 13ലും ഞങ്ങൾ ജയിക്കും. ഇനി പേരിന് പലവട്ടം ഞാൻ പല ചർച്ചകളിൽ പറഞ്ഞതുപോലെ പൊട്ട് തൊടാൻ വീടിന് കോലം വെക്കുന്നത് പോലെ 1, 2, 3 വിട്ടുകൊടുത്താൽ 10 സീറ്റ് ഇന്ത്യ സഖ്യത്തിനാണ്. ആം ആദ്മി ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും BJPക്ക് എന്താ സ്പേസ് അവിടെ? വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു 40 സീറ്റുണ്ട് ബീഹാറിൽ. 40 സീറ്റിൽ 39 സീറ്റും ഇപ്പോൾ BJP സഖ്യകക്ഷികൾക്കുള്ള സംസ്ഥാനമാണ് ബീഹാർ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നു, ഈ നിങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചോ, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു MP മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 9 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അവിടെ ഞാൻ 3 സീറ്റേ കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾ വിലയിരുത്തുന്നുള്ളൂ. 3 സീറ്റ്, അതിൽ കൂടുതൽ കിട്ടാം കിട്ടാതിരിക്കാം. പക്ഷേ ഇന്നലെ വരെ നമുക്കൊരു സീറ്റ് മാത്രം ഈ ഇന്ത്യ സഖ്യത്തിനുള്ള സ്റ്റേറ്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 17 സീറ്റ് മിനിമം നേടാൻ പോകുന്ന സംസ്ഥാനമാണ്. മുന്നണി സംവിധാനത്തിൽ RJDക്ക് മാത്രം 12 സീറ്റ് നേടാൻ പോകുന്ന സംസ്ഥാനമാണ് ബീഹാർ. അതുപോലെ ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ മത്സരിക്കുന്നുണ്ട് 1 സീറ്റിൽ, ഗുജറാത്തിൽ മത്സരിക്കുന്നുണ്ട് 1 സീറ്റിൽ, ഡൽഹിയിൽ 4 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. മിനിമം 10 സീറ്റ് ആം ആദ്മി പാർട്ടി നേടാൻ പോകുന്നു. ശിവസേന ഇവരോടൊപ്പം നിന്ന് മുന്നണിയിൽ മത്സരിച്ചവരാണ്. അതിനുശേഷം ഇവരെ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഈ രാജ്യവും അധികാരവും കയ്യിലിരിക്കുന്ന ആളുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തു വന്നത്. ആ ശിവസേന മിനിമം 15 MPമാരുമായി മഹാരാഷ്ട്രയിൽ നിന്ന് വരാൻ പോവാണ്. നിങ്ങൾ ഞാൻ പറയുന്ന കണക്ക് എഴുതി വെക്കാം. അതുപോലെ തന്നെ 12, 22, മഹാരാഷ്ട്ര, 35. ഹരിയാന. പിന്നെ ഒരു സെക്കൻഡ് മഞ്ജുഷ ഒരു സെക്കൻഡ് പറഞ്ഞോളൂ. മഞ്ജുഷ ഒരു സെക്കൻഡ്. അതുപോലെ കാശ്മീരിൽ 6 സീറ്റുണ്ട്. അവിടെ നാഷണൽ കോൺഫറൻസും ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയും, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അടക്കം ഇന്നലെ വടകളിൽ ഉള്ളതിൽ നിന്ന് സീറ്റ് വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ കണക്ക് 50 സീറ്റിൽ ഞങ്ങൾക്ക് സഖ്യകക്ഷികൾ മാത്രം ജയിച്ചു വരും. കോൺഗ്രസ് പാർട്ടി മാത്രം നേരിട്ട് BJPയുമായി ഏറ്റുമുട്ടുന്ന ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബീഹാർ, ഹരിയാന, തെലങ്കാന, കർണാടക
ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഞങ്ങൾ 60 സീറ്റിൽ ജയിച്ചു വരും. ശരി 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 ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 350 സീറ്റുകളായി. ശരി ശ്രീ വി പി പി മുസ്തഫ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രചാരണത്തിലും രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആക്രമണങ്ങൾ അത് 2019 സമാനമായി വന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് ശ്രീ അനിൽ ബോസ് പറയുന്നത്. അപ്പോൾ ഭയക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണമാണ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന്. രാഹുൽ ഗാന്ധി ആരുമല്ല, അദ്ദേഹം കേവലം ഒരു MP മാത്രമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നുണ്ട്. ഇത് BJP പിന്നോട്ട് പോകുന്നതിൻ്റെ, NDA പിന്നോട്ട് പോകുന്നതിൻ്റെ ഒരു യഥാർത്ഥ തെളിവാണെന്നാണ് അനിൽ ബോസ് പറയുന്നത്. താങ്കൾ യോജിക്കുന്നുണ്ടോ അതിനോട്? വസ്തുത അങ്ങനെ തന്നെയാണല്ലോ. അത് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു വ്യക്തിയുടെ മാത്രമായിട്ടല്ലല്ലോ. ഇവിടെ നമ്മുടെ മുന്നിലുള്ള അനുഭവം എന്താ? പാണ്ഡൻ നായയുടെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 2014-ലും 2019-ലും മോഡിയെ മുന്നിൽ നിർത്തി എങ്ങനെയാണോ BJP ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയത്, അവരെങ്ങനെയാണോ ആ 2 തെരഞ്ഞെടുപ്പുകളിൽ ലീഡ് നേടിയത്, അങ്ങനെ ഒരു സ്ട്രാറ്റജിയുമായിട്ട് പോകാൻ ഇപ്പൊ അവർക്ക് സാധിക്കുന്നില്ല. 2 തവണയും 2014-ലും 2019-ലും പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ടും BJP ഇതര കക്ഷികളെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയായിരുന്നു. അവര് വലിയ വികസനവും സങ്കല്പവും ഒക്കെയാണ് പറഞ്ഞത്. അതിന്റെ കൂടെ കുറച്ച് വർഗീയതയും. എന്നാൽ ഇത്തവണ അങ്ങനെയല്ലല്ലോ. വികസനത്തിൽ തുടങ്ങി, പക്ഷെ വർഗീയതയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. എന്തുകൊണ്ടാ? അവിടെയാണ് BJP ചെന്നുപെട്ടിട്ടുള്ള അഗാധമായ പ്രതിസന്ധി അവർ തിരിച്ചറിയല്ലോ അവര്. കാരണം നിങ്ങൾ നോക്കി, ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ഒരു സംവിധാനം അവരുടെ കയ്യിൽ എല്ലാം ഉണ്ടപ്പോ IBയുടെ റിപ്പോർട്ടുകൾ അവർക്ക് വരും. ഇപ്പൊ നടന്ന മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോളിന്റെ സൂചനകൾ അവർക്ക് ലഭിക്കും. ഇതെല്ലാം ലഭിക്കാനുള്ള സംവിധാനം സംഘടനാപരമായിട്ടും അവർക്കുണ്ട്, ഇപ്പോ അധികാരത്തിന്റെ ഭാഗമായിട്ടുമുണ്ട്. അത് കിട്ടിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും അവർ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച സ്ട്രാറ്റജി മാറ്റിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയൊക്കെ തൃശ്ശൂർ വന്നിട്ടും അതുപോലെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വന്ന് തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ വികസിത ഭാരതവും മോഡി ഗ്യാരണ്ടിയും വെച്ച് പ്രസംഗം തുടങ്ങിയ ഒരാൾ ഇപ്പൊ അതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ലല്ലോ. പക്ഷേ ശ്രീ VP മുസ്തഫ, അതായിരിക്കും സ്ട്രാറ്റജി എന്ന് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ മോദി ഗ്യാരണ്ടി പറയുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും തീവ്ര ഹിന്ദുത്വം അത് ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത്? മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോ ബ്രിജ്ഭൂഷന്റെയും പ്രജ്വൽ രേവണ്ണയുടെയും ഗ്യാരണ്ടിയിലാണ് നിൽക്കുന്നത്. അത് അല്ലല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണേണ്ടത് BJP ഇത്തവണ അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. BJP ഈ തീവ്ര വർഗീയത അങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ല. അവര് അത്യാവശ്യം ഈ രാമക്ഷേത്രത്തിന്റെ കാര്യം പറയാം, അതൊരു അവരുടെ നേട്ടം. അതുപോലും ഭരണത്തിന്റെ ഒരു നേട്ടമായിട്ടാണ്, അവരുടെ വർഗീയ ആശയത്തിന്റെ നേട്ടമായിട്ടല്ല. മോഡി ഭരിക്കുന്നത് കൊണ്ട് സാധിച്ചു എന്നുള്ള മട്ടിൽ ഭരണത്തിന്റെ ഒരു നേട്ടം, അങ്ങനെ ഒരു വികസിത ഭാരത്, ഇതായിരുന്നല്ലോ മുദ്രാവാക്യം. അതിനാണല്ലോ മോഡി ഗ്യാരണ്ടി പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോഴേക്കും അതിൽ നിന്നെല്ലാം വലിയ തോതിൽ പിന്നോക്കം പോകേണ്ടി വന്നു? ഇതുപോലെ മുസ്ലിം വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രതിപക്ഷത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള നിലയിലേക്ക് വേണ്ടി അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഈ അദാനിയെയും അംബാനിയെയും കുറിച്ചിട്ട്. അദാനി കുംഭകോണം വലിയ നിലയിൽ രാജ്യം ചർച്ച ചെയ്തില്ലേ ഹിഡൻബർഗിന്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ? പക്ഷെ അപ്പോൾ പോലും എന്നൊരു അക്ഷരം പാർലമെന്റിനകത്തായാലും പുറത്തായാലും ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ കുറിച്ച്, പ്രത്യേകിച്ച് ഒക്കെ ചങ്ങായിയായ അദാനിയെ കുറിച്ച് മിണ്ടാതിരുന്ന മോഡി ഇന്നലെ ഹൈദരാബാദിൽ അദാനിയുടെയും അംബാനിയുടെയും പേര് പറഞ്ഞില്ലേ? അവര് ഈ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇങ്ങനെ പാർട്ടികൾക്ക് പണം കൊടുത്ത് ഷംബോയിൽ കൊണ്ടുവന്ന് പണം കൊടുത്ത് വോട്ട് പിടിക്കുന്നവരാണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ അംബാനിയെയും അദാനിയെയും ഉൾപ്പെടെ തങ്ങളുടെ ഒക്കെ ചങ്ങായിമാരെ ഈ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 വർഷം അവരുടെ വലിയ ശക്തി അത് നമ്മള് ഇലക്ട്രൽ ബോണ്ടിലും കണ്ടല്ലോ. ആരിൽ നിന്നൊക്കെയാണ് അവർക്ക് പണം വന്നത് എന്നുള്ളത്. അഴിമതിയെ കുറിച്ച് പറഞ്ഞിരുന്നവരാ. ഇപ്പൊ എന്തേ അഴിമതിയെ കുറിച്ച് മിണ്ടാത്തത്? ഇപ്പൊ എന്തേ കുടുംബം പറയാത്തത്? കാരണം അവരുടെ ഇപ്പോ ഇതെല്ലാം വളരെ സുസംഘടിതാണ്. BJPക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ യുവാക്കളെയൊക്കെ കൊണ്ടുവന്നു, ഒരു ഒറ്റപ്പാടും ഉണ്ടായിട്ടില്ല. എന്താ ഷിമോഗയിൽ കർണാടകത്തിൽ ഈശ്വരപ്പയെ എന്തുകൊണ്ടാ മുതിർന്ന നേതാവാ കർണാടകത്തിലെ പുറത്താക്കേണ്ടി വന്നത്? എന്താ അവിടെയുള്ള? ഇവിടെ കേരളത്തിൽ തന്നെ എന്താ ഇപ്പൊ അവസ്ഥ? ജയിക്കില്ല ശരി, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അത് ചർച്ച ചെയ്യാൻ കൂടിയ യോഗത്തിൽ കൃഷ്ണദാസ് പക്ഷം പങ്കെടുത്തില്ലല്ലോ. പ്രധാനപ്പെട്ട 3-4 നേതാക്കൾ മാറിയുന്നില്ലേ? അപ്പൊ BJPക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. നമ്മൾ കരുതുന്ന പോലെ വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഒരു ജയസാധ്യതയുമില്ലാത്ത കേരളത്തിൽ പോലും അതുണ്ട്. കർണാടകത്തിൽ നമ്മൾ കാണുന്നു, എല്ലാ സ്ഥലത്തും. ഇതൊക്കെ കൊണ്ടാണ് BJP
സംഘടനാപരമായിട്ട് അവരുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടുകയാണ്. പഴയ മോഡി പ്രഭാവമില്ലാതായിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മുന്നോട്ട് വരികയാണ്. ശരി, ശ്രീ വി പി മുസ്തഫ, ഒരു കാര്യം കൂടി പക്ഷേ ഇതൊക്കെ നേരത്തെയും BJP പയറ്റുമ്പോൾ അവിടെ പതറുന്നത് കോൺഗ്രസിനാണ്. അത് നിങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണല്ലോ. കോൺഗ്രസ് പതുക്കെ ഈ BJPയെ നേരിടുന്നതിന് വേണ്ടി മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകരുത് എന്ന് നിങ്ങൾ പലതവണയും ആവശ്യപ്പെടുന്ന കാര്യമാണ് കേരളത്തിലിരുന്നു കൊണ്ട്. ഇത്തവണയും കോൺഗ്രസിന് ആ ഒരു അബദ്ധം പറ്റുവാനുള്ള സാധ്യതയുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇനിയിപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങൾ വരികയാണ് കൂടുതലായിട്ട് BJPയും കോൺഗ്രസും തമ്മിൽ. ആ ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും BJPയും നടത്തുന്ന പ്രചാരണങ്ങളിൽ അതേ നാണയത്തിൽ മറുപടി നൽകാതെ അതിൽ ഈ മൃദു ഹിന്ദുത്വ സമീപനം കൂടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വെട്ടിലാകും എന്നുള്ള മുന്നറിയിപ്പ് കോൺഗ്രസിന് നൽകാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ ക്യാമ്പയിനിൽ നമ്മൾ ആ മാറ്റം കാണുന്നുണ്ടോ? ഇപ്പോ BJP ഇടുന്ന ചൂണ്ടയിൽ പൊരുത്താതിരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളിത് വെറുതെ പറയുന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 185 സീറ്റിലാണ് കോൺഗ്രസും BJPയും രാജ്യത്ത് നേരിട്ട് ഏറ്റുമുട്ടിയത്. ആ 185 സീറ്റിൽ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ 2019 15 സീറ്റിലെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അത് നമ്മുടെ മുന്നിലുള്ള ഒരു കണക്കാണല്ലോ, വസ്തുതയും യാഥാർത്ഥ്യവുമാണല്ലോ. അപ്പോ ഇപ്പൊ എന്താ നിങ്ങൾ നോക്ക്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലേക്കാണ് BJP നേതാക്കൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ നോക്കുന്നത്. എന്റെ സ്വന്തം പ്രകടന പത്രികയെ കുറിച്ച് പറയാത്തത്. പക്ഷേ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നിങ്ങളും ചർച്ചയാക്കിയിരുന്നു. BJP ആണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചർച്ചയാക്കിയത് കോൺഗ്രസിനേക്കാൾ. അത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അതിന് മറുപടി നൽകിയിരുന്നു, നന്ദി എന്ന്. കാരണം ഞങ്ങളെക്കാൾ നന്നായിട്ട് പ്രകടന പത്രിക BJPക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയാക്കിയല്ലോ എന്ന്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വൈകല്യങ്ങൾ നിങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ ചൂണ്ടയിൽ കൊത്തുന്നതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കുവാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മുസ്ലിം വിരുദ്ധ ക്യാമ്പയിൻ എടുത്തപ്പോൾ അതിലെ അപകടത്തെ തിരിച്ചറിഞ്ഞ് കൃത്യമായി പ്രതികരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷ കക്ഷികൾക്കും സാധിക്കുന്നു എന്നാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു മുന്നേറ്റം നമ്മൾ കാണുന്നത്. നേരത്തെ പോലെ അല്ല. ഇപ്പോ BSPയുടെ ഭാവി നേതാവായിട്ട് ഉത്തർപ്രദേശിൽ മായാവതി ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ സ്വന്തം അനന്തരവൻ അവിടെ ഇന്നലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ശക്തമായി BJPയെ വിമർശിച്ചു. പ്രധാനമന്ത്രിയുടെ ഈ മുസ്ലിം വിരുദ്ധതയെ വിമർശിച്ചു. അതിന്റെ പേരിൽ മായാവതി ഇപ്പൊ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അത് വേറെ കാര്യം. എന്തുകൊണ്ടാണ് മായാവതി നേരത്തെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാതിരുന്നത് എന്നും ഉത്തർപ്രദേശിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് BJPയുടെ ഒരു കോടാലിക്കയായി മാറി എന്നുള്ളതും തെളിയിക്കുന്നതാണ് സ്വന്തം അനന്തരവൻ ഭാവി BSP നേതാവ് ഉത്തർപ്രദേശിൽ BJPക്കെതിരെ പ്രസംഗിച്ചപ്പോൾ, അവരുടെ ഈ പ്രധാനമന്ത്രിയുടെ പുതിയ വർഗീയ കാർഡിനെതിരെ പ്രസംഗിച്ചപ്പോൾ അവരെ മാറ്റി നിർത്തത്. അല്ല, അത് ആ ഒരു BSPയുടെ ആ സ്ട്രാറ്റജി ഉണ്ടല്ലോ, മായാവതിയുടെ ആ സ്ട്രാറ്റജി, അത് ഗുണകരമാകുന്നത് ആർക്കാണ്? BJPക്കാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് പക്ഷെ പഴയതുപോലെ ഏശുന്നില്ല. നിങ്ങൾ ഒവൈസിയും അതുപോലെ ഈ മായാവതിയും ഒക്കെ നേരത്തെ അങ്ങനെ വോട്ട് സ്പ്ലിറ്റിന്റെ കോടാലി കൈകളായിരുന്നു. പക്ഷേ ഇപ്പൊ വെസ്റ്റേൺ UP നൽകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ ആ വെസ്റ്റേൺ UPയുടെ പ്രവണത എന്താ പറഞ്ഞത്? നേരത്തെ മുസ്ലിം വോട്ടുകൾ അവിടെ വിഘടിച്ചിരുന്നു. അതിനകത്ത് പലതരത്തിലുള്ള സാമുദായിക ഘടകങ്ങൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഇത്തവണ അവിടെ മുസ്ലിങ്ങൾക്കിടയിലെ എല്ലാ സാമുദായിക ഭിന്നതകളെയും, അവർക്കിടയിൽ സാമുദായിക ഭിന്നതകൾ ഉണ്ട് അവിടെ UPയിൽ. നിങ്ങൾക്കറിയാലോ, അവിടുത്തെ ഈ അപ്പർ സ്വഭാവമുള്ള മുസ്ലിങ്ങളും താഴ്ന്ന ജീവിത നിലവാരമുള്ള മുസ്ലിങ്ങളും തമ്മിലുള്ള അവിടുത്തെ സാമുദായികം. പക്ഷെ ഇത്തവണ UPയിൽ ഉണ്ടായിട്ടുള്ള വെസ്റ്റേൺ UPയിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള ദിശാസൂചിക എന്താ? അവിടെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, താക്കൂർമാർ, രജപുത്രന്മാർ, ക്ഷത്രിയ വിഭാഗം, ഇവരെല്ലാം UP, ഹരിയാന, ഗുജറാത്ത് ഇവിടെയെല്ലാം നേരത്തെ ഇവരെല്ലാം BJPയുടെ വലിയ വോട്ട് ബേസ് ആയിരുന്നു. പക്ഷെ അവരെല്ലാം വൻതോതിൽ ആ വിഭാഗങ്ങളിൽ നിന്നെല്ലാമുള്ള വലിയ മാറ്റം ഇത്തവണ ദൃശ്യമായി എന്നാണ് ഈ 3 ഘട്ടങ്ങളിലെ പ്രവണതകൾ വെച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇവിടെ ഇദ്ദേഹം ജയസൂര്യ പറഞ്ഞത് എന്താ? BJP പ്രതിനിധി ഇടതുപക്ഷത്തിന്റെ ഈ ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികൾ വെവ്വേറെ മത്സരിക്കുന്നു. ഇതെന്തോ പുതിയ അനുഭവം പോലെയാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, രാജസ്ഥാനിലെ കാര്യം അദ്ദേഹം പറയുന്നു. രാജസ്ഥാനിൽ വേണമെങ്കിൽ ഏത് സീറ്റ് വേണമെങ്കിലും നൽകാം, കാരണം ജയസാധ്യത ഇല്ലാത്തതാണല്ലോ കോൺഗ്രസിന്, അതുകൊണ്ട് ദാനമായിട്ട് CPMന് ഒരു സീറ്റ് നൽകിയെന്ന്. അല്ല, 2004 തെറ്റായിട്ടാണ് പറയുന്നത്. മഞ്ജുഷ അത് തെറ്റായിട്ടാണ് അത് വ്യാഖ്യാനിക്കുന്നത്, ശരിയല്ല. അല്ല, ഞാൻ ജയസൂര്യൻ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. മഞ്ജുഷ ഒരു സെക്കൻഡ്. അല്ല, താങ്കൾ കേൾക്കാത്തതുകൊണ്ടാണ്. ജയസൂര്യൻ പറഞ്ഞ കാര്യമാണ്, ജയസൂര്യന്റെ ആരോപണമാണ് ഞാൻ മുസ്തഫ. ഒരു മിനിറ്റ് മുസ്തഫ, ഒരു മിനിറ്റ്.
പറഞ്ഞോ, ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് മതി. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി CPM-ന് കോൺഗ്രസ് മത്സരിച്ച 7 സീറ്റുകൾ CPM-ന് കൈമാറിയിട്ടുണ്ട്. പല പാർട്ടികൾക്കായി 420 സീറ്റിൽ മത്സരിച്ച ഞങ്ങൾ 100ഓളം സീറ്റുകളാണ് വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ ഒരുക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ആ ചെയ്തതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞു, ജയസൂര്യ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ ശക്തമായി വിയോജിക്കുക. ഇപ്പൊ ഒരാൾക്ക് CPM-ന് കൊടുത്തു, പേരിന് കൊടുത്താ തോക്കുന്നതുകൊണ്ടല്ല കൊടുത്തത്. ചില മണ്ഡലങ്ങളിൽ CPM-ന് 10,000 വോട്ടുണ്ടെങ്കിൽ ആ 10,000 വോട്ട് മതിയാവും. ശരിയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പഠിച്ച ഒരു പാഠം കൂടിയാണ് അല്ലെ മുസ്തഫ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു പാഠം കോൺഗ്രസ് പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് മുസ്തഫ കൃത്യമായിട്ട് പറഞ്ഞു കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പൊ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ത്യ സഖ്യം അതിന്റെ പൂർണ്ണമായിട്ട് അതിന്റെ യോജിപ്പിലേക്ക് വരുന്നില്ലല്ലോ. ശരി ശ്രീ മുസ്തഫ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും അത് പൂർണ്ണ അർത്ഥത്തിലേക്ക് വന്നിരുന്നില്ല. രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്നത് ഞങ്ങൾ മത്സരിക്കുന്ന മേഖല നേരത്തെ തന്നെ ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അംബ്രാറാം അവിടെ രാജസ്ഥാനിലെ MLA ആയിട്ട് ഞങ്ങൾ തനിച്ച് മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇത്തവണ 2023 നവംബറിൽ ഞങ്ങൾക്ക് അവിടെ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും ഈ സിക്കർ മേഖലയിലെ 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തെത്തിയതാണ്. അതിന് മുമ്പുള്ള 5 വർഷം മുമ്പ് ഞങ്ങൾ ഒറ്റയ്ക്ക് അവിടെ MLA ജയിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ 2 സീറ്റ് ജയിച്ചിട്ടുള്ളതാണ്. ഇപ്പോ ഇതുപോലെ എല്ലാ പാർട്ടികളും ഉണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ഒരു മേഖലയാണ് നാസിക് മേഖല. നിങ്ങൾ ഓർമ്മിക്കുമല്ലോ, കർഷക കിസാൻമാരുടെ ലോങ് മാർച്ച് ആ നാസിക്കിൽ നിന്നാണ് ബോംബെയിലേക്ക് തുടങ്ങിയത്. അവിടെ ചെങ്കൊടിയാണ് പിടിച്ചത്. നിങ്ങൾ ഈ രാഷ്ട്രീയം സ്വാധീനമൊക്കെ MP MLA എണ്ണം വെച്ചിട്ടാണല്ലോ ജയസൂര്യ അളക്കുന്നത്. പക്ഷെ 10,000-കണക്കിന് കർഷകർ അവിടെ മഹാരാഷ്ട്രയിൽ അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ചെങ്കൊടി പിടിച്ചിട്ടാണ് നാസിക്കിൽ നിന്ന് എത്രയോ ദിവസങ്ങൾ എടുത്ത് ബോംബെയിലേക്ക് കാൽനട ജാഥ നടത്തിയത്. അവിടെ ഞങ്ങൾക്ക് നേരത്തെ MLA ഉണ്ടായിരുന്നു, JP ഖാവിദ് ഞങ്ങളുടെ MLA ആയിരുന്നു. അദ്ദേഹം ഇത്തവണ അവിടെ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചതാണ്. പക്ഷെ ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു ധാരണ വന്നപ്പോൾ ഞങ്ങൾ അവിടെ മത്സരിക്കേണ്ട പിന്മാറി. ഞങ്ങളുടെ 10,000 വോട്ട് കൊണ്ട് അവിടെ BJP ജയിച്ചു വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുമുള്ള ധാരണകൾ ഉണ്ടാക്കി ശക്തമായ കൂട്ടായ്മയിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മഞ്ജുഷേ, 2004 കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഇന്നത്തേതുപോലെ തന്നെ പരസ്പരം മത്സരിച്ചതാ. അന്ന് വാജ്പേയിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ഗുജറാത്ത് കലാപം ഉൾപ്പെടെ നടത്തിയ അതിന് കാർമ്മികത്വം വഹിച്ച വാജ്പേയി ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള തെരഞ്ഞെടുപ്പ്. അതിൽ ഞങ്ങൾ പരസ്പരം മത്സരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴോ ഇടതുപക്ഷം അന്ന് 61 MP-മാർ ശരിയാണ് കൈകോർക്കുകയും ചെയ്തു. നിർണായക ശക്തിയായിട്ട് ഇടതുപക്ഷത്തിന് വരാൻ കഴിയുകയും ചെയ്തിരുന്നു. ശരി, 2004 അങ്ങനെയാണ്. അത് ആവർത്തിക്കുമെന്നാണ് 2019 പറഞ്ഞത്, നടന്നില്ല. പക്ഷെ 2024 ആവർത്തിക്കുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും. ശരി, ശ്രീ S ജയസൂര്യൻ, ഇവിടെ ഒരു പ്രധാന കാര്യം, ഈ മുസ്ലിം വിരുദ്ധത BJP-യും പ്രധാനമന്ത്രിയും ഈ പ്രചരിപ്പിക്കുന്ന ഈ സമയത്ത് ആ ചൂണ്ടയിൽ കൊത്തില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്, അതിനെ അഭിനന്ദിക്കുകയാണ് ഇവിടെ ശ്രീ VPP മുസ്തഫ. മുമ്പ് ഇത്തരം ചൂണ്ടകളിൽ കൊത്തുന്ന ആളായിരുന്നു കോൺഗ്രസ്സുകാർ. പക്ഷേ അത് ഇത്തവണ ഉണ്ടായില്ല. മാത്രമല്ല വിട്ടുവീഴ്ച നടത്തുകയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസ് ഒരു സീറ്റ് CPM-ന് നൽകുന്നു, മഹാരാഷ്ട്രയിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് CPM വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ സഖ്യത്തിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നു തുടങ്ങി, ഒത്തുതീർപ്പുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത് 3ാം ഘട്ടം മുതൽ കാര്യങ്ങൾ എതിർ ദിശയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയെന്ന്. മഞ്ജുഷേ, അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെയല്ല. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തന്നെ എടുത്തു നോക്കൂ. എത്ര വിശാലമായ ഉന്നതന്മാര് മാത്രമടങ്ങുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ 3 പേര് മാത്രമാണ് നോമിനേഷൻ കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. ബാക്കിയുള്ളവർക്ക് മത്സരിക്കാൻ പേടിയാണ്, ഭയമാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ MP-മാരായി മത്സരിച്ചിരുന്നവരും ജയിച്ചിരുന്നവരുമെല്ലാം ഇപ്പൊ പാർട്ടി വിട്ടുപോയിരിക്കുന്നു. അവരിൽ മഹാഭൂരിപക്ഷം പേരും BJP-യിൽ ചേർന്നിരിക്കുന്നു. BJP-ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്നത് പോലെ കോൺഗ്രസിന് നിർത്താൻ ഇന്ന് സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 100-ലധികം സീറ്റ് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്. വിട്ടുകൊടുക്കുക അല്ലാതെ വേറെ ഗത്യന്തരമില്ല. കാരണം സ്ഥാനാർത്ഥിയെ നിർത്താനില്ല. കേരളത്തിനുള്ളിൽ കുറെ കോൺഗ്രസ് ഉണ്ട്. നമ്മൾ നോക്കൂ, അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോ ഇന്ത്യയിലെ 2 അക്കം തികച്ച MP-മാരെ സംഭാവന ചെയ്ത ഒരേ ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. വടക്കേ ഇന്ത്യയിലോട്ട് ചെല്ലുമ്പോൾ 1 സീറ്റ് 2 സീറ്റ് മാത്രമല്ല, സീറ്റ് പോലും ഇല്ലാത്ത എത്രയോ സംസ്ഥാനങ്ങൾ. ഇതല്ലേ കോൺഗ്രസിന്റെ അവസ്ഥ? അപ്പൊ കോൺഗ്രസ് 100-ലധികം സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തതല്ല,
100-ലധികം സീറ്റുകളിൽ സഖ്യകക്ഷികളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് കുടിയിരുത്തിയതാണ്. അല്ല, കോൺഗ്രസ് മേനി നടിക്കുന്നില്ല ശ്രീ ജയസൂര്യൻ. ഇപ്പോൾ അനിൽ ബോസിന്റെ വാക്കുകളിലും കോൺഗ്രസ് ഞങ്ങളാണ് വമ്പന്മാർ എന്ന മേനി നടിക്കുന്നില്ല. തൽക്കാലത്തേക്കെങ്കിലും ആ മേനി നടിക്കൽ ഒഴിവാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വിട്ടുകൊടുത്ത കാര്യം അവർ കൂടുതലായിട്ടും പറയുന്നത്. ഇപ്പോൾ ബീഹാറിൽ തന്നെ 9 സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ, അല്ലാതെ ഒരുപാട് സീറ്റുകളിലില്ല. അവിടെ RJD ആണ് പ്രധാനപ്പെട്ട കക്ഷി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് കോൺഗ്രസ്. അതേസമയം BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നു, അവിടെയും ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുന്നു, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. അതാണ് ഞാൻ രാജസ്ഥാനിലെ കാര്യം പറഞ്ഞത്. രാജസ്ഥാനിലെ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. അവിടെ എന്ത് വിട്ടുവീഴ്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫലം വളരെ കൃത്യമാണ്. മുഴുവൻ സീറ്റും BJP ജയിക്കും. നമ്മളിപ്പോ ഈ ചർച്ച നടത്തുന്നത് കേരളത്തിൽ ഇരുന്നുകൊണ്ടാണല്ലോ. അപ്പൊ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ LDFും UDFും കോൺഗ്രസും CPMും 10 സീറ്റ് വീതം അങ്ങോട്ട് വീതിച്ചെടുത്തിട്ട് അങ്ങ് മത്സരിച്ചാ പോരെ. ഈ BJPക്ക് ചാൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടല്ലോ. ഇപ്പൊ പറയുന്നു BJP ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അപ്രസക്തമാണെന്നൊക്കെ. ഈ അനിൽ ബോസ് പറഞ്ഞതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും പറയാണ്, ഏറ്റവും കുറഞ്ഞത് 2 സീറ്റ് കേരളത്തിൽ BJP ജയിക്കും. ഏറ്റവും കുറഞ്ഞതാ ഞാൻ പറയുന്നത്, ചിലപ്പോൾ അതിലും വരും. 4-ാം തീയതി നിങ്ങൾക്ക് ഇത് നിഷേധിക്കാമെങ്കിലും 4-ാം തീയതി 4 മണിക്ക് ജൂൺ മാസത്തിൽ ഇത് അംഗീകരിക്കേണ്ടി വരും. കാരണം കേരളത്തിലും ദക്ഷിണേന്ത്യയിലും അടക്കം BJP പറഞ്ഞ കാര്യങ്ങൾ, വികസനത്തിന്റെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവസാന ഘട്ടം എത്തുമ്പോഴേക്കും 1-2 ഘട്ടം കഴിയുമ്പോൾ, ദക്ഷിണേന്ത്യ കഴിയുമ്പോൾ BJPയുടെ അജണ്ട മാറ്റിയത് എന്ന് ചോദിക്കേണ്ടായല്ലോ. BJPയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ രാജ്യത്തുണ്ടായ വികസനങ്ങൾ തിരിച്ചറിയാത്ത സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും അടക്കമുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് ഇവിടെ വളരെ വിശദമായും വ്യക്തമായും ഞങ്ങൾ ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവന്നതും, 11 കോടി ജനങ്ങൾക്ക് LPG കണക്ഷൻ കൊടുത്തതും, 4 കോടി വീട് വെച്ചു കൊടുത്തതും, 15 കോടി കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി കൊടുത്തതും, 8 കോടി വീടുകളിൽ കുടിവെള്ളം കൊടുത്തതും, മുത്തലാഖ് നിരോധിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങള് ദക്ഷിണേന്ത്യയിൽ പറയണം. ഇത് ഞങ്ങളല്ലാതെ ആരും പറയില്ല. ഇവിടെ മറ്റാരും അത് അംഗീകരിക്കില്ലല്ലോ. പക്ഷെ അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ വർഗീയ പ്രചാരണം നടത്താം എന്നുള്ളതാണോ ശ്രീ ജയസൂര്യൻ? അപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ വർഗീയ പ്രചാരണം തുടങ്ങിയത് ആരാണ്? CPIMന് ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ബീഹാറിൽ. അദ്ദേഹം പോസ്റ്ററിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് ഹനുമാനും ഹനുമാന്റെ ഗദയും അടക്കം അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മൃദു ഹിന്ദുത്വമാണെന്നൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല. അത് കൊടും ഹിന്ദുത്വമല്ലേ? കോൺഗ്രസ് പോലും ചെയ്യാത്ത കാര്യമല്ലേ CPIM ബീഹാറിൽ കാണിച്ചത്? അതാണല്ലോ ഇപ്പൊ DYFI കേരളത്തിലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ മൃദു ഹിന്ദുത്വം ശരിയല്ല, ഹിന്ദുത്വമൊക്കെ അത് മുസ്തഫ മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങൾ കോൺഗ്രസിനെ അങ്ങനെ നേരത്തെ ആക്ഷേപിച്ചിരുന്നതാണ് മൃദു ഹിന്ദുത്വവാദികൾ എന്ന്. ഇപ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ വന്നിരിക്കുകയാണ്. പോസ്റ്റുകൾ എടുത്തിട്ട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ മറുപടി ഇല്ലാതെ നിങ്ങൾ അതല്ല അതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ ഈ രാജ്യം തിരിച്ചറിഞ്ഞ. ഒരു സെക്കൻഡ് ജയസൂര്യൻ, മുസ്തഫ ഒന്ന് പറയട്ടെ. മുസ്തഫ അതിന് മറുപടി നൽകും. മുസ്തഫ എന്താണ് അത് സംഭവിച്ചത്? ഒന്ന് അങ്ങനെ ഒന്നും അവിടെ ഇറക്കിയിട്ടില്ല. 2 മഞ്ജുഷെ, അങ്ങനെയൊന്നും ഇറക്കിയാൽ അവിടെ BJP വെറുതെ ഇരിക്കുവോ? മതചിഹ്നങ്ങൾ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവുമുള്ള പോസ്റ്ററിൽ വരാൻ പാടില്ല. അത് ഉപയോഗിച്ച് വോട്ട് പിടിച്ചാൽ അവര് പുറത്താവും. ഇവിടെ അഴീക്കോട് KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് എങ്ങനെയാ? തൃക്കാക്കര കേസുണ്ടായത് എങ്ങനെയാ? സ്വരാജും K ബാബുവും മത്സരിച്ചെടുത്ത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ജയസൂര്യയെ പോലുള്ള ഒരാൾ വന്നിട്ട് അവിടെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ അത് കേസ് കൊടുത്ത് ആ സ്ഥാനാർത്ഥിത്വം തന്നെ ഇല്ലാതാവില്ലേ? ഞങ്ങളുടെ ജയന്തന്റെ നാളെ ഇല്ലാതാവില്ലേ? അപ്പൊ അങ്ങനെയൊന്നും പറയരുത്. അത് വസ്തുതയല്ല. അത് വാട്സാപ്പിൽ മാത്രം വന്നതാണ്. കൃത്രിമമായി ഉണ്ടാക്കിയ ഫേക്കാണത്. അത് വസ്തുതയല്ല എന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിച്ചുകൊണ്ടാൽ മതി. അതിനുള്ള അവസരം വരും. കാരണം ആ രീതിയിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. താങ്കൾ പറഞ്ഞു വരുന്നത് എതിർപക്ഷം വർഗീയ കാർഡ് ഇറക്കിയപ്പോൾ തിരിച്ചിറക്കുകയായിരുന്നു എന്നാണ് അല്ലെ? അവിടെ വർഗീയത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിന്റേതായ പ്രസംഗങ്ങളിലും അവരുടെ ആശയ പ്രചരണങ്ങളിലും കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയുകയാണ് ഉണ്ടായത്. ആ മറുപടി പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വർഗീയത പറഞ്ഞു എന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെ അതേ അർത്ഥത്തിൽ നേരിടാൻ BJP തയ്യാറാണ്. അതുപോലെ തന്നെ NDA ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി രീതിയിൽ മറുപടി കൊടുക്കാനും തയ്യാറാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമല്ലേ? അങ്ങനെ BJPയുടെ ഭാഗത്ത് നിന്ന് വർഗീയമായ പ്രചരണമാണ് ഉണ്ടാകുന്നത്. അതിന് പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ആരോപണമുള്ളതെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ വേദിയിൽ ജനങ്ങളോട് പറയൂ, ഇതാ നിങ്ങളുടെ പ്രധാനമന്ത്രി, ഇതാ നിങ്ങളുടെ BJP വർഗീയത പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
അതിനെ നേരിടാനുള്ള നല്ല അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെ BJPയെ പരാജയപ്പെടുത്തൂ, എന്നിട്ട് BJP അധികാരത്തിന് താഴെ ഇറക്കൂ, എന്നിട്ട് ഈ പറയുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിലെത്താൻ ഏറ്റവും നല്ല വാതിൽ തുറന്നിട്ട് തരികയല്ലേ ചെയ്തത്. ഞങ്ങൾ വർഗീയത പറഞ്ഞുവെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ ഇത് വളരെ വ്യക്തമായി ബോധ്യപ്പെടും. നിയമപരമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാമല്ലോ. ആ കാര്യവും നടക്കട്ടെ. എന്തായാലും ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ BJPയുടെ അപ്രതിരോധ്യമായിട്ടുള്ള മുന്നേറ്റത്തിന് തടയിടാൻ കഴിയാതെ വരുമ്പോൾ BJPയുടെ മുന്നേറ്റത്തിന്റെയും വിജയത്തിന്റെയും അടിസ്ഥാനം കേവലം വർഗീയത മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പാഴ്ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ പോലും നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ പോലും BJPയുടെ പ്രചരണ രംഗത്ത് വരികയും BJPയുടെ താമര ചിഹ്നമുള്ള തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടമായി മാറിയിരിക്കുന്നു ഈ കൊച്ചു കേരളത്തിൽ പോലും. അപ്പൊ കേരളം പോലും ഇന്ന് മാറുകയാണ്. ആ രീതിയിൽ വലിയ മാറ്റം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP അനില് ഓരോ കാര്യവും ഓരോ സംസ്ഥാനങ്ങളിലെ കാര്യവും സീറ്റ് എണ്ണം അടക്കം പറഞ്ഞ് ഇവിടെ വാദിച്ചിരുന്നു. അതിൽ ബീഹാർ പോലും ഉൾപ്പെടുകയാണ്. കഴിഞ്ഞ തവണ 40-ൽ 39 NDA സഖ്യം നേടിയ ബീഹാർ പോലും അതിൽ ഉൾപ്പെടുകയാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ ഈ ഷിൻഡെയോടല്ല താല്പര്യം, മറിച്ച് എതിർചേരിയിലുള്ള NCPയോടും അതുപോലെ തന്നെ ഉദ്ധവിനോടുമാണ് താല്പര്യമെന്ന്. അങ്ങനെ വരുമ്പോൾ സീറ്റുകൾ എങ്ങോട്ട് പോകും? ഇതെല്ലാം എണ്ണി പറയുകയാണ്, എഴുതി വെക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് മുഴുവൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 4-ാം തീയതി ഇതൊക്കെ തിരിച്ചു ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വടക്കേ ഇന്ത്യയിലെ ഈ പറയുന്ന കണക്കുകൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തും പറഞ്ഞതാണല്ലോ, അന്നും ഇതേപോലെ എഴുതി വെച്ച് പറഞ്ഞതാണല്ലോ. എന്നിട്ട് എന്തായിരുന്നു ഇലക്ഷൻ ഫലം വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ? കണക്കുകളൊക്കെ ആർക്കും പറയാം മഞ്ജുഷേ, ആർക്കും എഴുതി വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം മഞ്ജുഷേ. പക്ഷെ റിസൾട്ട് കൊടുക്കേണ്ടത് ജനങ്ങളാണ്. മോദി ഭരണത്തിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ജനങ്ങൾ, വികസനത്തിന്റെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ജനങ്ങൾ, അവർ തീർച്ചയായിട്ടും NDA അധികാരത്തിലെത്തിക്കും. ജയസൂര്യൻ, ശ്രീ അനിൽ ബോസ് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഗ്യാരണ്ടി പറയും. വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അതായിരിക്കുകയില്ലല്ലോ, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞതല്ലേ നേരത്തെ തന്നെ, എന്നിട്ടും ഇങ്ങനെ വർഗീയ കാർഡ് ഇറക്കിയെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചതാണ്. ഇപ്പോൾ ജയസൂര്യന്റെ അത് തന്നെയാണ് പറയുന്നത്. അവിടെ കാർഡ് ഇറക്കി കളിക്കാൻ തുടങ്ങി, അതിനുള്ള മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന്. അല്ല, ഞാൻ വ്യക്തമായി അതിന് മറുപടി പറഞ്ഞു. ശരി ശരി, അനിൽ ഇത് മഞ്ജുഷ, ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം തൊട്ട് പറഞ്ഞിരുന്ന ഗ്യാരണ്ടിയിൽ നിന്നൊക്കെ ഇവരെപ്പോഴേ പോയി കഴിഞ്ഞു. ഇന്ത്യൻ സ്ത്രീ സമൂഹത്തിന്റെ മുന്നിൽ 4000-ത്തിലധികം ബലാത്സംഗ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയും അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരാളെ പിടിച്ച് എന്റെ ആളാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം, പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഗ്യാരണ്ടിയാണ് ഇപ്പോൾ ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിജ് ഭൂഷന്റെ ഗ്യാരണ്ടിയാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ സ്ത്രീകൾക്ക് ഉത്തമ ബോധ്യമുണ്ടെന്ന് ഈ പാർട്ടിയും ഈ മുന്നണിയും ഈ ഭരണകൂടവും എന്താണ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്നത് വെറുതെ വന്നിരുന്നല്ല. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു ചർച്ചയിലും വന്നിരുന്ന സീറ്റ് എണ്ണി ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞാൻ പറയാം, അതേ മഹാരാഷ്ട്ര 48 സീറ്റുണ്ട്. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന 2ആണ്. അതിലൊരാൾ മരിച്ചു പോയിരുന്നു, ഒരാൾ ഞങ്ങളുടെ പാർട്ടിയും വിട്ടുപോയി. വളരെ കൃത്യമായിട്ട് തുറന്ന് ഞാനങ്ങ് പറയുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ സ്ഥിതി എന്താ? അവിടെ NCPക്ക് ആകെ ഒരു MP ആണ് ഉണ്ടായിരുന്നത്. മുന്നണിയിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാൾ. പിന്നെ ശിവസേന ഇവരോടൊപ്പം നിന്ന് ജയിച്ചതാണ്, ഞങ്ങളോടൊപ്പം നിന്ന് ജയിച്ചതല്ല അവരുടെ MP-മാർ. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സീറോയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 10-ൽ കൂടുതൽ സീറ്റിൽ കോൺഗ്രസ് മാത്രം ജയിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നിങ്ങൾ കുറിച്ചു വെച്ചോ, ഞാൻ ചലഞ്ച് ചെയ്ത് തന്നെ പറയുകയാണ്. 10-ൽ കൂടുതൽ സീറ്റിൽ ജയിക്കാൻ പോകുന്ന സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. കോൺഗ്രസ് മാത്രം 15 സീറ്റ് ജയിക്കും മിനിമം ശിവസേന. ഇപ്പോഴുള്ള ഒന്നുകൂടാതെ 4 സീറ്റ് NCP ജയിക്കും. നിങ്ങൾ രാജ്യത്ത് 37 സർവേ നടന്നല്ലോന്നേ. ഭരിക്കുന്നവരെ അനുകൂലിക്കുന്നതും പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്നതും രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരുമായ 37 സർവേ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആ സർവേ പരിശോധിക്കുക. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുക. ആ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഗതി എന്താണെന്ന് പരിശോധിക്കുക. ഒരു സമ്പൂർണ്ണ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങൾ ഗവൺമെന്റിനെ അട്ടിമറിച്ചു. ഞങ്ങളുടെ മുന്നണി ഗവൺമെന്റിനെ, രാഷ്ട്രപതിയുടെ ഓഫീസിനെ, ഗവർണറുടെ ഓഫീസിനെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നേ കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ തിരിച്ച് ആ മഹാരാഷ്ട്ര പോലെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമെന്ന് നാം നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റിൽ എത്ര മന്ത്രിമാരുണ്ട്? 2 മന്ത്രിമാർ, ഒരു സ്പീക്കർ, ഒരു മുഖ്യമന്ത്രി. ബാക്കി മന്ത്രിമാരെവിടെ? എന്തുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുന്നില്ല? എത്ര നാളായി നിങ്ങൾ അധികാരം ഏറ്റെടുത്തിട്ട്? ഇത് കാണാതിരിക്കുകയാണ് ജനം. ശരത് പവാറിനെ പോലെ, ഉദ്ധവ് താക്കറെ പോലുള്ള ആളുകളെ വൈകാരികമായി വ്രണപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണോ വിചാരിക്കുന്നത്?
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശരത് പവാർ അടക്കമുള്ള NCP ലീഡർഷിപ്പ് കോൺഗ്രസിൽ ലയിക്കണമെന്ന ചർച്ച നടക്കുന്ന സന്ദർഭമാണ്. അത്രയും പോസിറ്റീവായ രാഷ്ട്രീയം ഉയർന്നു വരുന്ന സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. നിങ്ങൾ കുറിച്ചു വെച്ചോന്നേ, ഗുജറാത്ത് 26 സീറ്റിൽ 26 BJP ആണ്. ശരി, അത് ജയസൂര്യൻ കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറിച്ചു വെച്ചിട്ടുണ്ടെന്ന് ജയസൂര്യൻ പറയുന്നുണ്ട്. ഇതെല്ലാം ജൂൺ 4-ന് തിരിച്ചു പറയുമെന്ന്. അത് ഞാൻ എഴുതി വെക്കും. ഞാൻ ഓരോ സ്റ്റേറ്റ് നമ്മളെല്ലാം തികഞ്ഞ ആളുകളല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയോളം ടെക്നിക്കൽ ഫെസിലിറ്റി ഉള്ള ആളല്ലല്ലോ നമ്മൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ 400-ൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഉറച്ചു നിൽക്കുന്നുണ്ടോ? 40 സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് മാറി 5 വർഷം 5 പ്രധാനമന്ത്രിമാരെ ഈ രാജ്യത്തിന് കാണേണ്ടി വരും എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് ഒരു പ്രധാനമന്ത്രി താഴോട്ട് വന്നെങ്കിൽ അതിനർത്ഥം എന്താ? ഇന്ത്യയിൽ 40 സീറ്റ് പോലും കിട്ടാത്ത, 50 സീറ്റ് പോലും കിട്ടാത്ത ഇന്ത്യ സഖ്യത്തിനോ അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുകയില്ലെങ്കിൽ പിന്നെ 5 വർഷം 5 പ്രധാനമന്ത്രിമാർ വരുമെന്ന് എന്തിനാ ഒരു പ്രധാനമന്ത്രി പറയുന്നത്? അതിന് സ്കോപ്പില്ലല്ലോ. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കറിയാം, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കറിയാം ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. അവിടെ സുസ്ഥിരതയാണ് ഇവർ പറയുന്നത്. സുസ്ഥിരമായ ഭരണം എന്ന് പറഞ്ഞാൽ 5 വർഷം 5 പ്രധാനമന്ത്രിമാർ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ശരിയാണ്, അത് സ്ട്രാറ്റജികൾ മാറ്റുമല്ലോ. തെരഞ്ഞെടുപ്പിന്റെ മുന്നോട്ട് പോക്കിൽ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നു അതനുസരിച്ചുള്ള സ്ട്രാറ്റജി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി ശ്രീ VPP മുസ്തഫ, താങ്കൾ മറുപടി പറഞ്ഞിരുന്നു ജയസൂര്യൻ പറഞ്ഞപ്പോൾ, അത് താങ്കൾക്ക് വ്യക്തമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയുക. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന കമന്റുകൾ ഇവിടെ അവതരിപ്പിക്കരുത് എന്ന് ജയസൂര്യനോട് താങ്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വർഗീയ കാർഡ് ഇറക്കി എന്നുള്ള കാര്യം തെളിവ് സഹിതം ജയസൂര്യൻ പറയുമ്പോൾ അത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ ശ്രീ VPP മുസ്തഫ? അല്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഈ നവമാധ്യമങ്ങളിൽ വരുന്ന ഈ ഫേക്ക് സാധനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഫാക്ട് ചെക്കിംഗ് ആപ്പ് ഉപയോഗിച്ച് നോക്കൂ. ഈ പ്രചരിപ്പിക്കുന്ന CPM-ന്റേതാണെന്ന് ഹനുമാൻ ചിത്രം ഉള്ളത് എന്ന് പറയുന്നത് ഫേക്കാണ്. അങ്ങനെയൊന്നും അവിടെ CPM-ഓ അവിടുത്തെ ഇന്ത്യ കൂട്ടായ്മയോ ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ അവിടെ BJP കേസ് കൊടുത്തിട്ടില്ലല്ലോ. ഈ ജയസൂര്യൻ പറയുന്ന ദിവസം വരെയും ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ ഇങ്ങനെ ഒരു പോസ്റ്ററിനെ കുറിച്ച് കേസ് പോയിട്ടേ ഇല്ല. അതാണ് വിഷയം. ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താ, വികസനത്തെ കുറിച്ച് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഇന്ത്യ മുഴുവൻ വികസനമുണ്ട്, തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് നരേന്ദ്രമോദിയുടെ വികസനം എത്താത്തത്. ആരോടാ നിങ്ങൾ ഈ തമാശ പറയുന്നത്? നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ സ്വന്തം നാട്ടിലേക്ക് പ്രധാനമന്ത്രി കൂട്ടിക്കൊണ്ടുപോയി, ഗുജറാത്തിലേക്ക്. എന്താ കാണിച്ചത്? അവിടുത്തെ ചേരി പ്രദേശങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കോടികൾ ചെലവഴിച്ച് മതില് പണിയുകയല്ലേ ചെയ്തത്? നിങ്ങളുടെ നീതി ആയോഗ് അവരാണ് ഇന്ത്യയിലെ അതിദാരിദ്ര്യത്തെ കുറിച്ച് സർവേ നടത്തിയിരിക്കുന്നത് 2022 നവംബറിൽ. ആ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് അതിദാരിദ്ര്യം, എക്സ്ട്രീം പോവർട്ടി ഏറ്റവും കുറവുള്ളത് കേരളത്തിൽ. എത്രയാ? 0.6% മാത്രം. എന്നാൽ ഗുജറാത്തിലോ, നിങ്ങളുടെ വികസിത ഭാരതിന്റെ മിനിയേച്ചർ മോഡലായ ഗുജറാത്തിൽ 30 വർഷമായി നിങ്ങൾ ഭരിക്കുന്ന ഗുജറാത്തിൽ 17% അതിദാരിദ്ര്യം. പട്ടിണി പാവങ്ങളുടെ നാടായിട്ട് നിൽക്കുക. നിങ്ങൾ ലിറ്ററസി റേറ്റ് തമിഴ്നാടിന്റെയും ഗുജറാത്തിന്റെയും ലിറ്ററസി റേറ്റാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. എത്രയാ ഗുജറാത്തിന്റെയും മധ്യപ്രദേശിന്റെയും ഉത്തർപ്രദേശിന്റെയും ലിറ്ററസി റേറ്റ്? ഇനി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നിരക്ക് നോക്കൂ മഞ്ജുഷെ. കേരളത്തിൽ 349 രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നിരക്ക്. തമിഴ്നാട്ടിൽ എത്രയാ? ഗുജറാത്തിൽ 266 രൂപയേ ഉള്ളൂ ഗുജറാത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ കൂലി. ഉത്തർപ്രദേശിൽ 199 രൂപയേ ഉള്ളൂ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ കൂലി. നിങ്ങൾക്ക് പാവപ്പെട്ട മനുഷ്യന് നല്ലൊരു വേതനം പോലും വാങ്ങിച്ചു കൊടുക്കാൻ. ശരി ശ്രീ VPP മുസ്തഫ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് 1 മിനിറ്റ് ശ്രീ അനിൽ ബോസിന്. എന്താണ് അനിൽ ബോസ്? 1 മിനിറ്റ് സമയം. അനിൽ ബോസ്. അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം ശക്തമായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? കർണാടക സ്റ്റേറ്റിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്ത്രീ സമൂഹത്തിന് വാക്കുകൊടുത്തിരുന്നു, പ്രതിമാസ വേതനം അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന്. ഡിപ്ലോമയും ഡിഗ്രിയും കഴിഞ്ഞ ആളുകൾക്ക് ഓണറേറിയം നൽകിക്കൊണ്ട് അവർക്ക് താൽക്കാലികമായ ജോലി ഉറപ്പാക്കുമെന്ന്. ഇത് ഞങ്ങൾ കർണാടകയിൽ നടപ്പിലാക്കിയെന്ന്, ഞങ്ങൾ തെലങ്കാനയിൽ നടപ്പിലാക്കിയെന്ന്. സ്ഥാനമേറ്റ് 3 മാസം കഴിയുന്നതിനപ്പുറം നടപ്പാക്കി അത് തുടരുകയാണെന്ന്. ആ ഞങ്ങളുടെ മോഡൽ സക്സസ് ആണെന്ന ബോധ്യമാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്, അത് ചർച്ചയാക്കിയത്. മഞ്ജുഷ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നന്ദി പറഞ്ഞു. ഞങ്ങളുടെ പ്രകടനപത്രെ ചർച്ചയാക്കിയത് ജയസൂര്യൻ, ശ്രീ VPP മുസ്തഫ. ഇന്നത്തെ പോയിന്റ് ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: 3ാം ഘട്ടം കഴിയുമ്പോൾ 400 തിളക്കം കുറയുന്നുണ്ടോ? തിളക്കം കുറയുന്നുണ്ടെന്ന് 65% പ്രേക്ഷകർ, ഇല്ലെന്ന് 31%.
പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.